അതെ, എന്നും ഡെസേർട്ട് റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് ഞാനും മടുത്ത് കണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മടുത്തുണ്ടാവില്ലേ. എന്നാൽ പിന്നെ ഈസി ആയിട്ടൊരു ബട്ടർ ചിക്കൻ റെസിപ്പി നമുക്ക് നോക്കിയാലോ. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തെ ഈസി ആയിട്ട് അല്ലെങ്കിൽ ബാച്ചിലർ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് നല്ല കത്തിക്കയറലുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയിൽ പെട്ട റെസിപ്പിയാണിത്. ഇത്ര ഈസി ആയിട്ട് നിങ്ങൾ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി കണ്ടിട്ടുണ്ടാവില്ല എന്ന് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമ്മുടെ ഈ ഫ്രൈ ചെയ്ത് വെച്ചുള്ള ഒനിയൻ ഈ വക സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് വെക്കാം. ദെൻ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് മിനിമം ഒരു 10 മിനിറ്റ് വെക്കാൻ കേട്ടോ. സമയം ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ വെച്ചോ. എന്നിട്ട് നമുക്ക് ബട്ടർ ഇട്ടതിന് ശേഷം ചിക്കൻ ഒന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു പണി വന്നത്. ഇതിലെ ഇന്ധനം കഴിഞ്ഞു, ഐ മീൻ ഇതിൻ്റെ ആ ഗ്യാസ് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ കിച്ചണിൽ പോയി സ്റ്റവിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 20 to 25 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കുക്കായി വരാൻ. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇത് അത്യാവശ്യം ഒന്ന് പകുതിയിലധികം വേവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ്റെ ആ ഒരു പേസ്റ്റില്ലേ അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആഹാ അന്തസ്. നല്ല ചൂട് പൊറോട്ടൻ്റെ കൂടെയോ വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ നിങ്ങൾക്കിത് കഴിക്കാനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കും. അപ്പോൾ ഓക്കെ, ബൈ. ഡീറ്റെയിൽസ് ക്യാപ്ഷനിലുണ്ട്.